കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ഈ രാവിലെ സമയത്ത് ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഈ രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു ചേരുവാനും നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ പങ്കുവെക്കുവാനും സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നൽകുന്ന സന്ദേശം അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ തള്ളപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ കാലങ്ങളിലുമുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിലും തള്ളപ്പെട്ടു പോയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിലൊരു കൂട്ടരാണ് കുഷ്ഠരോഗികൾ. അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റുകയില്ല. കുഷ്ഠരോഗികൾ വളരെ അകലം പാലിക്കണം. അവർക്ക് ആലയത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള അവസരമില്ല. ദൈവത്തിന് സ്തോത്രം. അവർ അശുദ്ധരെന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അങ്ങനെ നിലകൊള്ളുന്ന ആ കൂട്ടരെ നമ്മുടെ കർത്താവ് പലപ്പോഴും ചെന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ തൊട്ട് സൗഖ്യമാക്കിയ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിനു മഹത്വം. ഹല്ലേലൂയ. കുഷ്ഠരോഗിയെ പഴയ നിയമത്തിൻ്റെ ആചാരം അനുസരിച്ച് കുഷ്ഠരോഗിയെ ഒരാൾ തൊട്ടാൽ അവൻ ഇരുന്ന കസേരയിലിരുന്നാൽ അല്ലെങ്കിൽ അവൻ കിടന്ന കട്ടില്, അവൻ ഇരിക്കുന്ന കസേരകൾ, ദൈവത്തിനു സ്തോത്രം, അങ്ങനെ എല്ലാ മേഖലകളും അശുദ്ധമായി മാറുവാനിടയായി തീരും. മനസ്സിലായോ? 2 ദിവസമായിട്ട് ചുമയുടെ പ്രയാസമുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ അശുദ്ധരായി മാറുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഇവരെ ഒരു കാരണവശാലും ഒരു സമൂഹത്തിൽ കൊണ്ടുവരാനോ അടുപ്പിക്കുവാനോ കഴിയത്തില്ല. അവർ എന്താ ചെയ്യേണ്ടത്, അവരെ പാളയത്തിനു പുറത്ത് കൊണ്ടുപോയി പാർപ്പിക്കണം. ഇതാണ് പഴയ നിയമത്തിൻ്റെ നിലപാട്. ഇതാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 10 കുഷ്ഠരോഗികൾ തൻ്റെ അടുക്കൽ ഒന്നിച്ചു വരുന്ന ഒരു സംഭവം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിനെ കുറിച്ച് അവർ കേട്ട് കാണും. കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്ന് അവർ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് തന്നെ അവർ മറ്റൊന്നും നോക്കാതെ ദൈവത്തിന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ അവർ യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ എത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വാക്യമൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത് ശമര്യയിലും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനോട് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരൻ ആയിരുന്നു. 10 പേർ തീർന്നില്ലയോ? 9 പേർ ഇവിടെ. ഈ അന്യജാതിക്കാരനല്ലോ അത് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം സമയം കിട്ടുമ്പോൾ. അവിടെ 10 കുഷ്ഠരോഗികൾ യേശുക്രിസ്തുവിൻ്റെ അടുത്തു വരികയാണ്. സ്തോത്രം. 10 പേരും സൗഖ്യമായി എന്നാണ് യേശു പറയുന്നത്. 10 പേര് സൗഖ്യമായി. യേശുവിൻ്റെ അടുക്കൽ വന്ന ആരും എന്താ പറയുന്നത്, സൗഖ്യമാകാതെയോ വിടുതൽ പ്രാപിക്കാതെയോ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നും മാറ്റമില്ല കേട്ടോ. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയും വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വന്നാൽ
സൗഖ്യം ഉറപ്പാണ്, വിടുതൽ ഉറപ്പാണ്, ജീവിതത്തിന് മാറ്റം ഉറപ്പാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തിയെല്ലാം നോക്കുക. ദൈവത്തിനു സ്തോത്രം. 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. ദൈവത്തിനു ഇവിടെ പുരുഷന്മാരാണ് ആ കുഷ്ഠരോഗികളായി 10 പേര് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. സാധാരണ പുരുഷന്മാരെ യേശുവിൻ്റെ അടുക്കൽ എത്തുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒക്കെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ യേശുവിനെ പിൻപറ്റുന്നവരായി നമുക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നത്. ഒരു സഭയിൽ ചെന്നാൽ തന്നെ പുരുഷന്മാർ കുറവാണ്, സ്ത്രീകളാണ് കൂടുതൽ. ദൈവത്തിനു സ്തോത്രം. ഒരു കൂട്ടായ്മയിൽ ചെന്ന് കഴിഞ്ഞാൽ 10 സ്ത്രീകളുണ്ടെങ്കിൽ 1-2 പുരുഷന്മാരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ പുരുഷന്മാർ 10 പേര് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവർ പറയാണ്, യേശു നായക, ഇവിടെ എഴുതിയിരിക്കുന്ന അകലെ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തു വരാൻ അവർക്ക് ഒരു പ്രയാസം. അകലെ നിന്നുകൊണ്ട് യേശു നായക എന്നാ വിളിക്കുന്നത്. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അകലെ നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ട്, ദൂരത്ത് നിന്നുകൊണ്ട് അവർ വിളിക്കുകയാ. ദൈവത്തിനും മഹത്വം. പ്രിയപ്പെട്ടവരെ, കാരണം ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുമായി അടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവത്തിനു സ്തോത്രം. അതാണ് കാരണം മറ്റുള്ളവരെ അശുദ്ധ വ്യക്തിയായി പ്രഖ്യാപനം നടത്തും. അവരും എന്തു ചെയ്യും? അശുദ്ധരായി മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം പുരോഹിതൻ പറയുന്ന ദിവസങ്ങൾ അവരെന്ത് ചെയ്യണം? പാളയത്തിന് പുറത്ത് പോകണം. കണ്ടോ? അപ്പോൾ ആ കുഷ്ഠരോഗികളെ മനസ്സ് കണ്ടോ? അവർ അകലെ നിൽക്കുക. കാരണം അവർ നിമിത്തം എന്ത് ചെയ്യരുത്? യേശുവിനൊരു അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, യേശു കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കി. പക്ഷേ കുഷ്ഠരോഗിയുടെ കുഷ്ഠമോ അവൻ്റെ അശുദ്ധിയോ യേശുവിലേക്ക് പ്രവേശിച്ചില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. കാരണം യേശു ക്രിസ്തുവിലേക്ക് അശുദ്ധി പ്രവേശിക്കാതെ അശുദ്ധിയോടെ നിൽക്കുന്ന കുഷ്ഠരോഗിയെ യേശു തൊട്ടപ്പോൾ അവനിലുണ്ടായിരുന്ന അശുദ്ധി, ആ കുഷ്ഠരോഗം അവനിൽ നിന്ന് പൂർണ്ണമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അതാണ്, അവനിലേക്ക് അശുദ്ധി പ്രവേശിക്കുകയില്ല. അവനിൽ ഉള്ള വിശുദ്ധി അശുദ്ധനിലേക്ക് കയറുകയും അവൻ്റെ അശുദ്ധിയെ സമ്പൂർണമായി നീക്കുകയും ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു അശുദ്ധൻ യേശുവിനെ തൊട്ടാൽ യേശുവിലേക്ക് ആ അശുദ്ധന്റെ അശുദ്ധി പകരപ്പെടുകയില്ല. എന്നാൽ യേശു അശുദ്ധനെ തൊട്ടാൽ യേശുവിൻ്റെ ജീവിതത്തിലുള്ള വിശുദ്ധി അല്ലെങ്കിൽ യേശുവിൻ്റെ വിശുദ്ധി അവനിലേക്ക് പ്രവേശിക്കുകയും ദൈവത്തിനു സ്തോത്രം അവനിലുള്ള അശുദ്ധി പുറത്തു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത ഏതാണ്? ഇന്ന് രാവിലെ സമയത്ത് നീ യേശുവിൻ്റെ കാലിലൊന്ന് പിടിക്കാവോ? ശബാല കഥനാദി, യേശുവിൻ്റെ കാലിലൊന്ന് വീഴാവോ? കർത്താവേ, എന്നെ ഒന്ന് തൊടണമെന്ന് പറയാവോ? എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറയാവോ? ഇന്ന് രാവിലെ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം കാണാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റം കാണാൻ പോവുക. നിന്റെ തലമുറയ്ക്കകത്ത് ഒരു മാറ്റം കാണാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, വിശ്വസിക്കുക. തമ്പുരാന്റെ അടുക്കിലേക്ക് നീ അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവചനം പറയണം, അവർ ദൂരത്ത് നിന്ന് എന്ത് ചെയ്തു? യേശുവിനെ വിളിക്കുക. യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാക്കണമേ എന്നാണ് പറയുന്നത്. ദൂരത്ത് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് നീ എത്ര അകലത്തിൽ നിന്ന് വിളിച്ചാലും അതിൻ്റെ അർത്ഥം ഇതാ, എത്ര അകലത്തിൽ നിന്ന് വിളിച്ചാലും നിന്റെ വിളിപ്പുറത്ത്, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ നിലവിളിക്ക് അവൻ മറുപടി തരുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. നീ എത്രമാത്രം അകലത്തിലാണ് നിൽക്കുന്നത്? ഒരു അശുദ്ധനും ഒരു യേശുവും തമ്മിലുള്ള അകലം ഒരു പാപിയും സ്വർഗവും തമ്മിലുള്ള അകലം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാപി സ്വർഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ ഒരുപാട് അകലങ്ങളിലാണ്. അവൻ നരകത്തിലേക്ക്, സ്വർഗവും നരകവും തമ്മിലുള്ള അകലം പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വിടവ് പോലെ ദൈവത്തിന് ചേർന്നു വരാൻ കഴിയാത്ത നിലയിൽ അവൻ അകലപ്പെട്ടിരിക്കുകയാണ്.
ഇവിടെയാണ് ആമേൻ ഇവനെ അടുപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. 10 പേര് യേശുവിനെ അകലെ നിന്ന് വിളിച്ചു. ആമീൻ. ആ 10 പേരോടും യേശു ഉറക്കെ പറഞ്ഞു, നിങ്ങൾ പുരോഹിതന്മാരെ ചെന്ന് കാണുക. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെ കാണാൻ പോകുന്നവർ ദൈവത്തിന് പുരോഹിതൻ ഇവരുടെ ആ കുഷ്ഠത്തെ പരിശോധിച്ച് ദൈവത്തിന് സ്തോത്രം അവർക്ക് മാറ്റമുണ്ടായി എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്മാരെ ചെന്ന് കാണിക്കുക. അവർ വിശ്വാസത്തോടെ പുരോഹിതന്മാരെ കാണിപ്പാനായിട്ട് എന്ത് ചെയ്തു? പോകുന്ന വഴിയിൽ അവർ സൗഖ്യമായി. 10 പേരും ആമേൻ അവരുടെ കുഷ്ഠം അവരുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറി. പുരോഹിതന്മാരെ കാണിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം, കുടുംബത്തിലേക്ക് കയറിച്ചെല്ലാം, കൂട്ടുകാരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവർക്ക് ഒരു വിവാഹ സദ്യക്ക് പോകാം, സമൂഹത്തിലെ എല്ലാ ഉത്സവങ്ങളിലും അവർക്ക് പങ്കുചേരാം. ദൈവം അവരിനി ഒറ്റപ്പെടുകയില്ല. ഈ വിഷയം ഒന്ന് പുരോഹിതനെ ചെന്ന് ധരിപ്പിച്ചാൽ മതി. പുരോഹിതൻ ഒരു അവർക്ക് വേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ദൈവത്തിന് ഇവർക്ക് എവിടെ വേണേലും പോകാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 10 പേരും പോകുന്ന വഴിക്ക് ആമീൻ ഹല്ലേലൂയ തിരുവെഴുത്ത് പറയുകയാണ്, 10 പേർക്കും സൗഖ്യമായി. അതിൽ ഒരുവൻ എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി ഓടിച്ചെല്ലുകയാ. 9 പേരും പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോയി. ഒരുവൻ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. ദൈവം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു കാണും, ആമേൻ, രക്ഷക, നായക യേശുവേ, ദൈവത്തിന് സ്തോത്രം, എനിക്ക് സൗഖ്യം കിട്ടി കേട്ടോ. എന്നെ അങ്ങ് സൗഖ്യമാക്കി. ഒരു നന്ദി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ചോദിക്കുക, 9 പേര് എവിടെ? ദൈവത്തിന് സ്തോത്രം. അവർ പുരോഹിതനെ കാണിക്കാൻ പോയി. കാരണം പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പുരോഹിതന്റെ ഇവർ സൗഖ്യമായി എന്നുള്ള വാക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ മേഖലകളിലേക്കും പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവർ നേരെ പുരോഹിതന്റെ അടുക്കലേക്ക് പോയി. ലിസ്റ്റ് അവിടെയുണ്ട്. ഈ കുഷ്ഠരോഗികൾ മാറ്റപ്പെട്ടിരിക്കുന്നത് പാളയത്തിന് പുറത്തുള്ളവരുടെ ലിസ്റ്റ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മടങ്ങി വന്ന ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ ഒരു ശമരിയക്കാരനായിരുന്നു. നിങ്ങൾക്കറിയാവോ, ആ ശമരിയക്കാരൻ എന്ത് ചെയ്തു? മടങ്ങി വന്നു. നന്ദി ഉള്ളവനായി. മറ്റുള്ള 9 പേരും യഹൂദനായിരിക്കാം. ഈവൻ ശമരിയക്കാരനായിരുന്നു. അവൻ മടങ്ങി വന്നു. അവൻ മടങ്ങി വന്നപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥമായും നിത്യപുരോഹിതനായ പുരോഹിതന്മാരുടെ മേൽ പുരോഹിതനായ മഹാപുരോഹിതനായ ഒരേ ഒരുവൻ അത് യേശു മാത്രമാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ ആ ശമരിയക്കാരനാണ് യഥാർത്ഥമായി പുരോഹിതന്റെ അടുക്കൽ വന്നെത്തപ്പെട്ടിരിക്കുന്നത്. കാരണം അവനാണ് യഥാർത്ഥ പുരോഹിതൻ. ആര്? നസ്രയനായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവൻ മടങ്ങി വരികയാണ്. ജീവിതത്തിൽ നാം നന്ദിയുള്ളവരായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തിൽ നീ തള്ളപ്പെട്ട വ്യക്തിയാണോ? ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നീ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ആരെങ്കിലും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ? ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്ന് രാവിലെ സമയത്ത് നിന്നെ ചേർത്ത് നിർത്തുവാൻ ഒരു തമ്പുരാനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. നീ നിന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കട്ടെ. ഈ കുഷ്ഠരോഗികളെല്ലാം ഒരു പാപികളുടെ സമൂഹത്തെ കാണിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് തൻ്റെ കുഷ്ഠം മാറി എന്ന് പറയുന്ന ആ ദൈവവൈതൽ അല്ലെങ്കിൽ ആ ശമരിയക്കാരൻ ഒരു വിശുദ്ധീകരണത്തിലേക്ക് മാറി അവൻ ദൈവവൈതലായി നിൽക്കുകയാണ്.
നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോയി, തകർന്നു പോയി, നിരാശപ്പെട്ടു പോയി എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, ദൈവത്തിങ്കിലേക്ക് നോക്കുക. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക ശക്തിയുടെ അളവറ്റ വലിപ്പം പകരപ്പെടേണ്ടതിനു വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.